നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കോവിഡ് കേസുകൾ. 902 പുതിയ കേസുകളും 469 രോഗമുക്തിയുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 3 മാസത്തിന് ശേഷം ഇന്ന് മരണസംഖ്യയും ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 72,000-ഓളം സാമ്പിളുകൾ സൗദിയിൽ പരിശോധിച്ചു. ഇതിലൂടെ 902 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 44% റിയാദ് പ്രവിശ്യയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 400-ലധികം പേർ പുതുതായി കോവിഡിന് ചികിത്സ തേടി. UAE-യിൽ 2212 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 2191 പേർ കൂടി രോഗമുക്തരായപ്പോൾ 3 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് നടത്തിയ 2,49,014 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 4,78,131 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 4,63,032 പേരാണ് ഇതിനോടകം രോഗമുക്തരായത്. 1,523 പേരാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. ഖത്തറിൽ കോവിഡ് വർദ്ധിച്ചു വരികയാണ്. പ്രവാസികൾക്ക് കനത്ത ജാഗ്രത ഏർപ്പെടുത്തി ഖത്തർ. കോവിഡ് 2ാം തരംഗമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ ആശുപത്രിയിൽ 1,500-ഓളം പേർ അഡ്മിറ്റായി. നിലവിൽ രോഗം ബാധിക്കുന്നവരിൽ കൂടുതലും ഉയർന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അവരുടെ കുടുംബങ്ങളുമാണെന്ന് അധികൃതർ അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന് 2ാം തരംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് ഖത്തറെന്നും വരും ദിവസങ്ങളിൽ രോഗവ്യാപനം കൂടുതൽ ശക്തമാകുമെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ലഭ്യമാക്കി. കുവൈറ്റിൽ വ്യാഴാഴ്ച 9,680 പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതിൽ 1,379 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതുവരെ 2,42,848 പേർക്കാണ് കൊറോണ വൈറസ് ബാധിച്ചത്. വ്യാഴാഴ്ച 1,234 പേർ ഉൾപ്പെടെ 2,27,260 പേർ ഇതുവരെ രോഗമുക്തി നേടി. ബാക്കി 14,205 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 226 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ 19 പേർ വർദ്ധിച്ചു. 4 പേർ കൂടി മരിച്ചു. ഇതുവരെ കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് 1,383 പേരാണ്. ഇതുവരെ രാജ്യത്ത് 21,31,155 പേർക്ക് വൈറസ് പരിശോധന നടത്തി. ദുബായിൽ മൂടൽ മഞ്ഞിനെ തുടർന്ന് 28 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ അൽ റുവയ്യ കഴിഞ്ഞുള്ള എമിറേറ്റ്സ് റോഡിലാണ് അപകടം ഉണ്ടായത്. വാഹനങ്ങൾക്ക് വേഗത കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിവരം അറിഞ്ഞയുടൻ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് ദുബായ് പോലീസ് ട്രാഫിക് ജനറൽ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ സെയ്ഫ് മുഹീർ അൽ മസ്രൂയി പറഞ്ഞു. മൂടൽ മഞ്ഞുള്ള സമയത്ത് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും വേഗത കുറച്ച് മുമ്പിലുള്ള വാഹനവുമായി കൃത്യമായ അകലം പാലിച്ചു വേണം യാത്ര ചെയ്യാനെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഓഗസ്റ്റ് 4 മുതൽ ഷോപ്പിംഗ് മാളുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പാക്കുകയാണ് രാജ്യത്ത്. ഷോറൂം, ഇൻഡോർ സെയിൽസ്, മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമർ മാനേജർമാർ, അസിസ്റ്റന്റ് കൊമേഴ്ഷ്യൽ മാനേജർ, റീറ്റെയിൽ സെയിൽസ് സൂപ്പർവൈസർ, ക്യാഷ് കൗണ്ടർ സൂപ്പർവൈസർ തസ്തികകളിലാണ് 100% സ്വദേശി നിയമനം. മാനേജ്മെന്റ് ഓഫീസുകൾക്ക് പുറമെ മോളുകളിൽ പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പ്, റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിലും സ്വദേശിവൽക്കരണം വ്യാപകമാക്കും. വാക്സിൻ എടുത്തവർക്ക് മാത്രം റംദാനിൽ പ്രാർത്ഥനകൾക്കായി പള്ളികളിൽ പ്രവേശനം അനുവദിക്കാൻ ബഹ്റൈൻ. വെള്ളിയാഴ്ചയിലെ ജുമുഅ പ്രാർത്ഥന, രാത്രിയിലെ ഇശ, തറാവീഹ് നമസ്കാരങ്ങൾ എന്നിവയ്ക്കാണ് റമദാൻ 1 മുതൽ വിശ്വാസികൾക്ക് പള്ളിയിൽ പ്രവേശനം അനുവദിക്കുക. ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. വാക്സിന്റെ 2ാം ഡോസ് സ്വീകരിച്ച് 14 ദിവസം കഴിയുകയോ കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടുകയോ ചെയ്യുന്നവർക്കായിരിക്കും പ്രവേശനം. ഇത് വ്യക്തമാക്കുന്ന തെളിവ് ബി എവെയർ മൊബൈൽ ആപ്പിൽ ലഭ്യമാക്കണം. എങ്കിൽ മാത്രമേ പള്ളികളിൽ പ്രവേശനം അനുവദിക്കൂ. സൗദിയിൽ തവൽക്കന ആപ്പ് വഴി ഹജ്ജ്, ഉംറ പെർമിറ്റുകൾ അനുവദിക്കും. ഇതർമന ആപ്പിനെ തവൽക്കനയിൽ ലയിപ്പിക്കുന്നതിനായുള്ള പദ്ധതി പരിഗണനയിലാണെന്ന് ഹജ്ജ്, ഉംറ മന്ത്രാലയം അറിയിച്ചു. വാഹന ഇൻഷുറൻസ് സംബന്ധിച്ച വിവരങ്ങളും പരിഷ്കരിച്ച തവൽക്കന ആപ്പിൽ ലഭ്യമാണ്. ഇതർമന ആപ്പ് വഴിയായിരുന്നു ഇതുവരെ സൗദിയിൽ ഉംറ പെർമിറ്റുകൾ അനുവദിച്ചിരുന്നത്. എന്നാൽ തവൽക്കന ആപ്പിൽ ബുധനാഴ്ച നടത്തിയ പരിഷ്കരണത്തിലൂടെ ഹജ്ജ്, ഉംറ പെർമിറ്റുകൾ നേടുന്നതിനുള്ള സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി. നിലവിൽ തവൽക്കന ഉപയോഗിക്കുന്നവർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ പുതിയ സേവനങ്ങൾ ലഭ്യമാക്കൂ. കോവിഡിനെ തുടർന്ന് യാത്ര മുടങ്ങിയവർക്ക് ടിക്കറ്റ് റീബുക്കിംഗിന് അനുവദിച്ച സമയപരിധി എമിറേറ്റ്സ് എയർലൈൻസ് നീട്ടി നൽകി. നേരത്തെ പ്രഖ്യാപിച്ച സമയപരിധിയേക്കാൾ 1 വർഷം കൂടുതൽ അനുവദിക്കാനാണ് എമിറേറ്റ്സിന്റെ തീരുമാനം. എമിറേറ്റ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര മുടങ്ങിയവർക്ക് ഏറെ ആശ്വാസകരമായ റീബുക്കിംഗ് നയമാണ് വിമാന കമ്പനി പ്രഖ്യാപിച്ചത്. 2020 സെപ്റ്റംബർ 30 മുമ്പ് ടിക്കറ്റ് എടുത്തവർക്ക് 36 മാസം അഥവാ 3 വർഷമാണ് റീബുക്കിംഗിന് സമയം അനുവദിച്ചത്. ഇവരുടെ യാത്രാ തീയതി ടിക്കറ്റിൽ 2021 ഡിസംബറിന് മുമ്പായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട്.
റമദാൻ മാസത്തിൽ കോവിഡ് വ്യാപനം കുറയ്ക്കാനും പൊതുജനാരോഗ്യ സംരക്ഷണത്തിനുമായി പ്രതിരോധ നടപടികൾ ശക്തമാക്കി അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. അബുദാബി ആരോഗ്യവകുപ്പ്, പബ്ലിക് ഹെൽത്ത് സെന്റർ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് നടപടികൾ. ഗ്രൂപ്പ് ഇഫ്താർ, സുഹൂർ എന്നിവയ്ക്കുള്ള ഒത്തുചേരലുകൾ ഒരേ വീട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം. ഓൺലൈൻ വിതരണ പ്ലാറ്റ്ഫോമിലൂടെ ഇഫ്താർ ഭക്ഷണം സംഭാവന ചെയ്യാൻ അനുവാദവുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.